അപ്പോൾ ഈ ഒരു ഗെയിം സെറ്റ് എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കരുക്കളും ഇതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൈസ് ഇവിടെയുണ്ട്. ഇപ്പോൾ 2 ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ കളിക്കേണ്ട ഡൈസ്. അപ്പോൾ ഈ ഡൈസ് നമ്മളൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ്. നമ്മളെന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു കരു എടുത്ത് നോക്കുക. എടുക്കുമ്പോൾ വൈറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് വെക്കാം. കളർ വേറെയാണെങ്കിൽ എടുത്തത് അതുപോലെ ആ സ്ഥാനത്ത് തന്നെ വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇപ്പോൾ റെഡാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് 2 പേർക്കും അറിയാം. അത് ഓർമ്മിച്ച് നമ്മൾ വെക്കണം. അടുത്ത റെഡ് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് എടുക്കാനുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ റെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതെടുത്താൽ നമുക്കിത് മാറ്റി വെക്കാം. ഇത് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്ക് എന്ത് കിട്ടി? ഒരു കരു കിട്ടി. അപ്പോൾ അങ്ങനെ അടുത്ത ആൾ കളിക്കുമ്പോൾ വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. അപ്പോൾ അടുത്തത് എടുക്കുന്നു. വന്നത് ബ്ലൂ ആണ്. അതുപോലെ വെക്കുന്നു. ഒന്നുകൂടെ കളിക്കുന്നു. വന്നിരിക്കുന്നത് റെഡ് തന്നെയാണ്. ഓക്കെ, വൺസ് അഗെയിൻ റെഡ് തന്നെയാണ്. യെല്ലോ ആണ്. കളിയില്ല. ഇനി ഒന്നുകൂടെ കളിച്ചു. യെല്ലോ വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതെടുത്തു ഇവിടെ വെച്ചു. അപ്പോൾ ഈ ഒരു മെമ്മറി പവറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ വെച്ചു ഏതൊക്കെ കളറാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അറിയാൻ പറ്റണം. ഓക്കെ, വന്നിരിക്കുന്ന റെഡാണ്. ഓക്കെ, ഗ്രീനാണ്. സോ കിട്ടില്ല. അടുത്ത ആൾ കളിക്കുന്നു. വൈറ്റാണ് വന്നത്. വൈറ്റില്ല. അടുത്ത ആൾ കളിക്കുന്നു. ബ്ലാക്കാണ്. കിട്ടിയില്ല. അടുത്ത ആൾക്ക് ബ്ലൂ ആണ്. ബ്ലൂ കിട്ടി. ഇവിടെ വെക്കുന്നു. ഒരു കളിയും കൂടെ കളിക്കാം. ഒന്നത് ബ്ലാക്കാണ്. ഗ്രീൻ. അപ്പോൾ ഇതുപോലെ കളിച്ചുകൊണ്ട് ഏത് കളറാണോ വരുന്നത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ കളർ തന്നെ കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കളിച്ച് മുന്നോട്ട് പോകേണ്ടത്.